ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. മറ്റൊന്നുമല്ല, ബാലചന്ദ്രൻ അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിയുന്ന ഒരു ഒറിജിനൽ എപ്പിസോഡാട്ടോ. ഒരു ഒറിജിനൽ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേട്ടിട്ട് മാത്രം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ വീട്ടിലെത്തിയിട്ട്. അതുപോലെ രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് ആ ക്യാപ്സ്യൂളിൻ്റെ കവർ കിട്ടുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണയ്ക്കും ബബിതയ്ക്കും കേട്ടോ. അങ്ങനെ അവർക്ക് മൊത്തമാകെ സംശയമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാഞ്ഞിട്ട്. പക്ഷേ രോഹിത് ആണെങ്കിൽ ഒന്നും തന്നെ വിട്ട് പറയുകയും ചെയ്യുന്നില്ല ബാലചന്ദ്രൻ്റെ ചോദ്യം ചെയ്യലിലൊന്നും. അങ്ങനെ പിറ്റേ ദിവസം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. രാത്രി മുഴുവൻ മനു ആണ് അലീനയ്ക്ക് കൂട്ടിയിരുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അതേപോലെ മനു രേവതിക്കുട്ടീനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ആകെ വറീഡ് ആവുകയും പിറ്റേ ദിവസം രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് ഗ്രേസമ്മയും മാമച്ചാനും അലീനയെ കാണാനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ബാലചന്ദ്രനും അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയെ സംസാരിക്കുന്നതൊക്കെ ബാലചന്ദ്രൻ കേൾക്കുകയും അപ്പം അതിലൂടെ രോഹിത്തും അതുപോലെ ഹരിയും കൂടിയിട്ടാണ് അവളെ ആക്രമിച്ചത് എന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ സംസാരത്തിൽ നിന്ന്. അങ്ങനെ രേവതിക്കുട്ടി പോയതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട്, രോഹിത്തും ഹരിയാണല്ലേ മോളെ നിന്നെ ഉപദ്രവിച്ചത്, എന്നിട്ട് നീ എന്താ അത് പോലീസിനോട് പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല സാർ, അവരെൻ്റെ സഹോദരങ്ങളല്ലേ, രോഹിത്തിനെ ഞാൻ എൻ്റെ സ്വന്തം അനുജനായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയണം അലീന കേട്ടോ. രോഹിത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് ശരിയായ രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ തെറ്റിൽ നിന്നൊക്കെ അവനെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് അലീന ബാലചന്ദ്രനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും അലീന വൈജയുടെ മകളാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല കേട്ടോ. വീണ്ടും അലീനയുടെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അപ്പോഴാണ് രേവതിക്കുട്ടിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് ബാലചന്ദ്രൻ വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം കേൾക്കുകയും ആകെ ഷോക്കാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഷോക്കാണ് ബാലചന്ദ്രന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടാകുന്നത്. കാരണം ആദ്യത്തെ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തും ഹരിയും കൂടിയിട്ടാണ് നമ്മുടെ അലീനയെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യവും, രണ്ടാമതായിട്ട് കിട്ടുന്ന ഒരു ഷോക്കാണ് വൈജയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി എന്തിനാണ് രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് പറഞ്ഞത്? എനിക്കറിയാം രോഹിത്തേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ, ചേച്ചിയെ ഉപദ്രവിച്ചത് രോഹിത്തേട്ടനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അലീന എല്ലാ സത്യങ്ങളും നമ്മുടെ രേവതിക്കുട്ടിയോട് പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അനുജനെ രക്ഷിച്ചേ പറ്റുള്ളൂ മോളെ. അവനെ ഇപ്പോൾ നമ്മൾ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി എന്തായിരിക്കും? പിന്നീട് ഒരിക്കലും അവനൊരു രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ഇമേജിൽ നിന്ന് അവന് എടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എനിക്കല്ലേ സംഭവിച്ചേക്കുന്നത്, എനിക്കറിയാം അവനെ എങ്ങനെ നന്നാക്കി എടുക്കണമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, എന്നാലും ചേച്ചി അതിൻ്റെ കൂടെ ഹരിയും കൂടെ രക്ഷപ്പെടില്ലെന്ന് ചോദിക്കുമ്പോൾ അതിൽ എനിക്കൊരു വിഷമമുണ്ട്. ഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനലാണ്, ഒരു പിശാചാണ്. അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ അവന് ഞാൻ കുടുക്കി കഴിഞ്ഞാൽ എൻ്റെ അനുജനും കൂടിയല്ലേ മോളെ ഇതിൽ നിന്ന് പെട്ടുപോകുന്നത് എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കണം. അതേസമയം അവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ചേച്ചിയുടെ അനുജൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ ചിന്തയില്ലല്ലോ, സ്വന്തം ചേച്ചിയാണ് എന്നുള്ളതൊന്നും അവർക്ക് ചിന്തയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് അറിയില്ലല്ലോ മോളെ, ഞാൻ അവരുടെ സ്വന്തം ചേച്ചിയാണ്, അവരുടെ അമ്മയുടെ സ്വന്തം മകളാണ്, അവരുടെ അമ്മ പ്രസവിച്ച മകളാണ് ഞാൻ എന്നുള്ള കാര്യമൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയാട്ടോ അലീന. അത് കേട്ടതും ഭയങ്കര ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. എന്താ അലീന പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇത് ആരോടും പറയാനൊന്നും പോണ്ട, മനുവേട്ടൻ എന്നോട് കുറേ ചോദിച്ചു, സാറും ചോദിച്ചു എന്നോട്, പക്ഷെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണേ. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ആരോടൊന്നും പറയുന്നില്ല, എന്നാലും ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയല്ലോ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ സഹിച്ചേനെ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല മോളെ, എല്ലാം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് റെഡി ആയിട്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചാനും പോകുമ്പോൾ രേവതിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. രേവതിക്കുട്ടിയെ കൊണ്ടുപോകുന്നില്ല. തൽക്കാലം അലീനയ്ക്ക് എന്തെങ്കിലും ഒരു കൂട്ടിന് ആവശ്യത്തിന് രേവതിക്കുട്ടി നിൽക്കട്ടെ എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ
ഇതൊക്കെ കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ബാലചന്ദ്രനാകെ ഷോക്കാവുന്നത്. ബാലചന്ദ്രനാകെ തകർന്നു പോവുകയാണ് രേവതിക്കുട്ടിയും അലീനയും സംസാരിക്കുന്നത് കേട്ടിട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ സാർ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാനും, അല്ല നീ നിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ കുത്തു കൊണ്ടത് എന്നുള്ളത് നീ കള്ളം പറഞ്ഞതാണല്ലേ, രോഹിത്താണല്ലേ നിന്നെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാർ അല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ, നീ എന്നോട് വിളിക്കേണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് ബാലചന്ദ്രൻ ട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ സങ്കടം വന്നിട്ട് കരയാട്ടോ. സാർ വേണ്ട, ഒരു കുഴപ്പമില്ല, എൻ്റെ അടുത്തല്ലേ ഇങ്ങനെ ചെയ്തത്, സാരമില്ല, ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാണ് അവനെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നത്, നിൻ്റെ ആരാണ് അവൻ, നിൻ്റെ ആരും അല്ലല്ലോ, നിൻ്റെ ആരും അല്ലാത്ത ഒരുത്തനെ നീ എന്തിനാണ് രക്ഷിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. സാർ അത് ഞാൻ അവനെ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, ബബിതയും കൃഷ്ണയും എൻ്റെ അനുജത്തിമാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പോൾ അവർക്കൊരു ദോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, നീ നിൻ്റെ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ, അത് മാത്രമുള്ളൂ, അത് അല്ലാതെ നിൻ്റെ സ്വന്തം സഹോദരനല്ല അല്ലേ അവർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. സാർ എന്താ പറഞ്ഞത്, നീ സ്വന്തം സഹോദരനായിട്ടല്ലേ അവനെ കാണുന്നത്, അല്ലാതെ നിൻ്റെ അമ്മ പ്രസവിച്ച എന്താ പറയുക മകനും സഹോദരങ്ങളൊന്നും അല്ലല്ലോ അവർ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കട്ടോ ബാലചന്ദ്രന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്നോടൊന്നും ഒളിക്കണ്ട, നീ ഇനി എന്നോടൊന്നും ഒളിക്കാൻ നിൽക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, സാർ എന്തായി പറയുന്നത്, സാറിന് എന്ത് മനസ്സിലായി എന്നാണ് ചോദിക്കുകയാണ് അലീനേട്ടോ. ഞാൻ എല്ലാം കേട്ടു, നീയും രേവതിക്കുട്ടിയും കൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, രോഹിത്തും ഹരിയാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് പറയുമ്പോൾ നീ എന്താണ് കേസിന് പോവാത്തത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയണം. സാർ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് വീണ്ടും അലീന. നീ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ വൈജയന്തിയുടെ മകളാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വൈജയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയും ആകെ ഷോക്കായി പോവുകയാണേ. അലീന പറയുന്നുണ്ട്, അയ്യോ സാർ അത് എന്നൊക്കെ പറയുമ്പോൾ, നീ എന്നോട് ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട, നിനക്ക് എന്താണ് അറിയാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇതിപ്പോൾ ഹോസ്പിറ്റലല്ലേ എന്ന് പറയുമ്പോൾ, ശരി പിന്നീട് സംസാരിക്കാം, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നീ വീട്ടിലേക്ക് തന്നെ വരണം, നിന്നെ ഞാൻ എങ്ങോട്ടേക്കും വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ കളികൾ നടന്നിട്ടുണ്ട്, എന്താണ് നിൻ്റെ ലൈഫിൽ സംഭവിച്ചത്, എന്താണ് വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനൊക്കെയുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ ഉത്തരം പെട്ടെന്ന് കിട്ടണം, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായതിന് ശേഷം വേണം ഇതിനൊക്കെ കാര്യങ്ങൾ തീരുമാനമാക്കാൻ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, സാർ അത് അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അറിയാതെ സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ, എന്തറിയാതെ സംഭവിച്ചതാണെങ്കിലും ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ ചതിക്കുകയായിരുന്നില്ലേ അവൾ ചെയ്തത്, എത്ര ഞാൻ സ്നേഹിച്ചിട്ടും എന്നോട് എന്തൊക്കെ വഴക്കുണ്ടാക്കിയിട്ടും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നില്ലേ, ഇതിലും വലിയ ഗതികെട്ട മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ സംസാരിക്കാട്ടോ. ഭയങ്കര വിഷമം കൊണ്ട് സംസാരിക്കാണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയ്ക്കും അത് കണ്ടിട്ട് ഭയങ്കര വിഷമം വന്നിട്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അലീന എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നീ എന്തായാലും റെസ്റ്റ് എടുക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്താണ് രേവതിക്കുട്ടി അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പം എന്ത് പറ്റി ചേച്ചി, എന്തിനാണ് സാറ് അങ്ങനെ, അങ്കിൾ എന്താ ഇങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ, മോളെ എല്ലാം സാറ് അറിഞ്ഞു, നമ്മൾ സംസാരിച്ചതൊക്കെ സാറ് കേട്ടു എന്ന് പറയണേ. ചേച്ചി എന്ന് വിളിക്കുമ്പോൾ, അതേ മോളെ, രോഹിത്തും ഹരിയുമാണ് എന്നെ ഉപദ്രവിച്ചത് എന്നുള്ളതും അത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ കേസിന് പോവാത്തതെന്നും സാറ് മനസ്സിലാക്കി, മാഡത്തിൻ്റെ മകളാണ് ഞാനെന്ന്, എൻ്റെ അമ്മയുടെ മകളാണ് ഞാനെന്ന് സാറ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അതിനെപ്പറ്റിയാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ആകെ ഷോക്കാവാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അലീനയും ആകെ വിഷമിച്ച് ഇങ്ങനെ കിടക്കണം. ചേച്ചി വിഷമിക്കല്ല, ഇനി എന്ത് സംഭവിച്ചാലും ചേച്ചിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ചേച്ചി എൻ്റെ അടുത്തേക്ക് പോര്, ഗ്രേസമ്മാൻ്റെയും മാംസനെങ്കിലും അവിടെ തന്നെ ചേച്ചിയെ നിർത്തിക്കോളും എന്നൊക്കെ പറയണം. ഇല്ല മോളെ, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയണം. അപ്പോഴും അലീന കേട്ടോ, ഇനിയും ആ വീട്ടിൽ എങ്ങനെ നിൽക്കും ചേച്ചി ഇപ്പോൾ അവർക്കെതിരെ ഒരു മൊഴിയും കൊടുത്തില്ല, അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്, ഇനിയും അവർ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പെരുമാറില്ല എന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി ഒരിക്കലും അവരെന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല മോളെ, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, രോഹിത് ഒരിക്കലും ഇനി എൻ്റെ നേരേക്ക് വരില്ല, അതിന് വേണ്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അലീന. അപ്പോൾ അലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അലീന. അപ്പോൾ അതെന്താണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല അലീന രേവതിക്കുട്ടിയോട്. എന്താണെങ്കിലും വീട്ടിലെത്തിയിട്ട് എൻ്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട്
എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്, അതിനിടയ്ക്ക് സാറിന് ഇനി എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ചിന്ത വരുമോ എന്നൊക്കെയാണ് അലീനയുടെ പേടി കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചേച്ചി എൻ്റെ അടുത്തേക്ക് തന്നെ വരണം കേട്ടോ എന്ന്, അല്ലാതെ ചേച്ചി വേറെ എങ്ങോട്ടും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം മോളെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് നോക്കാം എന്ന് പറയണം അലീന രേവതിക്കുട്ടിയോട്. അപ്പോൾ ഇങ്ങനെയാണ് ബാലചന്ദ്രൻ വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നീട് വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറുകയാണ്, അടിമുടി മാറുകയാണ്. ഇത്രയും നാളും താഴ്മയോടെ അല്ലെങ്കിൽ ക്ഷമിച്ചും സഹിച്ചൊക്കെ നിന്നിരുന്ന ബാലചന്ദ്രൻ്റെ ശബ്ദം വീട്ടിൽ ഉയരുകയാണ്. വൈജയന്തിയുടെ ശബ്ദത്തിന് മുകളിൽ തന്നെ ഉയരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇത്രയും ഒരു വലിയൊരു ചതി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിലൂടെ ബാലചന്ദ്രൻ അവിടെ ഒരു മറ്റൊരാളായിട്ട് മാറുകയാണ്. ശരിക്കും ഇത്രയും നാളും നമ്മൾ കണ്ടൊരു ബാലചന്ദ്രനല്ല. പിന്നെ അതുപോലെ അത് മാത്രമല്ല, അലീന വീട്ടിലെത്തുമ്പോൾ ആദ്യമൊക്കെ അലീനയോട് കുറച്ച് ഗൗരവത്തോടെ സംസാരിച്ചെങ്കിലും, കാരണം ഇങ്ങനെ ഒരു ചതിയിൽ വൈജയ്ക്ക് ജനിച്ച മകളല്ലേ, അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് ബാലചന്ദ്രൻ എല്ലാവരോടും ദേഷ്യമാണ്, മുത്തശ്ശിയോട് ദേഷ്യമാണ്, വൈജയന്തിയോട് ദേഷ്യമാണ്, വൈജയന്തിയുടെ വീട്ടുകാരോട് മൊത്തത്തിൽ ദേഷ്യം കേട്ടോ. അങ്ങനെ പിന്നീട് ആകെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയോട് മാത്രമാണ്. പിന്നീട് അതൊക്കെ കണ്ടിട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. വൈജയന്തിയോട് ദേഷ്യവും അലീനയോട് ഭയങ്കര സ്നേഹവും കാണിക്കുകയും ചെയ്യുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനിലൂടെയാണ് പിന്നീട് കഥ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് വരാം.